കുറേ ദിവസം പ്രാർത്ഥനകളും പ്രതീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാം ഇത് വരുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും സംഭവം എത്തി. കാര്യം വേറെ ഒന്നുമല്ല, നമ്മളെ ബ്രാൻഡ് ഇറക്കി ജനനി എന്താവുമെന്ന് തമ്പുരാൻ കണ്ടു. എന്നെപ്പറ്റി ആലോചിച്ചിട്ട് എനിക്ക് ആകെ ആനന്ദാസുരമായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവുമാ അല്ലെങ്കിൽ എന്നെ പറ ജ്വല്ലറി സെയിലേഴ്സാണ് ഇൻസ്റ്റയിൽ. ഇനി ഞാനും കൂടി ഇത് തുടങ്ങാനുണ്ടാവുന്നു. ഇത്രയും ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും തുടങ്ങിയിട്ട് ഞാനിത് തുടങ്ങണേ എൻ്റെ കിഡ്സ് നിങ്ങൾ ആലോചിക്കണ്ടേ. എന്തെങ്കിലും ഒരു മോട്ടീവ് ഇല്ലാണ്ട് ഞാൻ തുടങ്ങൂ. അപ്പോൾ സംഭവം വേറെ ഒന്നല്ല, നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ എല്ലാവർക്കും സെർവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്തേക്കണേ. അഫോർഡബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു റേഞ്ചിനാണ് ഇത് എടുക്കണേ. അതിലെന്തെങ്കിലുമൊക്കെ ഒരു മാർജിൻ നമുക്ക് വേണം, വണ്ടിക്കൂലെങ്കിലും വേണ്ട ഇഷ്ടമാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മളെ സെയിൽ ചെയ്യുക. ഇവിടെ സുരക്ഷിതമായി എത്തിയിട്ടുണ്ടെന്ന് ഞാൻ എല്ലാവരും വിളിച്ച് പറയുന്നു. സംഭവം വേറെ ഒന്നല്ല, എല്ലാവർക്കും പറയാൻ ഓരോ കഥകളുണ്ട്. ആ കഥകളിലൊന്നും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരൊക്കെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണെന്ന് പറഞ്ഞത്. എനിക്കങ്ങനെയല്ല കേട്ടോ. എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. എൻ്റെ ടീംസൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അവരിത് വിറ്റ് പോയില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും മുനിസിപ്പലിലും 10 രൂപ പിടി 10 എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നു പറഞ്ഞ ആ ടീംസ് വരെ എനിക്ക്. പിന്നെ എന്നെ പോലെ ആരെങ്കിലും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, നല്ല ഐഡിയാസൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സക്സസ് ആവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ പുണ്യാല ഡയലോഗ് ഓർത്താൽ മതി. ഒന്നില്ലെങ്കിൽ നമ്മൾ ടോപ്പ് ബിസിനസ് ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രാന്തത്തേറ്റ് എവിടെയെങ്കിലും നടക്കണ്ടാവും.